വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിക്ക് ബേബിയുടെ ഷവർ റൊട്ടീനാണ്. നിക്കു ഹായ് കൊടു. ഹായ് 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 ഹായ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിക്ക് ബേബിക്ക് വീക്കിലി ട്വൈസ് ഒക്കെയാണ് മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അവൾക്ക് മഞ്ഞൾ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ അവളുടെ ഷാമ്പൂ മഞ്ഞൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് അവളുടെ ഹെയർ ഓയിലാണ്, തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കാനാണ്. ഇത് അവൾക്ക് നമ്മൾ സോപ്പിന് പകരം ബാത്ത് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഓട്സ് പൊടിച്ചതാണ് കേട്ടോ. നിക്കുവിൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഡെയിലി മഞ്ഞൾ തേച്ച് കുളിപ്പിക്കാത്തത്. അല്ലെങ്കിൽ ഡെയിലി മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് വീക്കിലി 2 തവണയൊക്കെ ഞാൻ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിക്കുവിനെ കൊണ്ടുവരാമെന്ന് കരുതി. ഇല്ലെങ്കിൽ അറിയാമല്ലോ, ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം പ്രശ്നമാക്കും അവൾ. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ നിക്കു ബേബിയെ കുളിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരാറ്. ഇനി നിക്കു ബേബിക്ക് ഈ മഞ്ഞൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അവൾക്ക് മഞ്ഞൾ അലർജി ഒന്നുമില്ല കേട്ടോ. അവൾക്ക് ഓൾറെഡി തന്നെ മഞ്ഞൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. അവർക്ക് നീറ്റലും അലർജിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ കുറച്ചെടുത്തിട്ട് അവരുടെ കയ്യിലോ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ തേച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നിക്കു ബേബിക്ക് മുഖത്തൊക്കെ ഇടുന്നത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. കണ്ടോ, കൈയൊക്കെ തട്ടി മാറ്റുന്നത് ഭയങ്കര ദേഷ്യക്കാരിയാണ് അവൾ. കണ്ടില്ലേ? എന്നിട്ട് മഞ്ഞൾ നക്കുന്നത്, ദേഹത്ത് തേക്കുന്ന എല്ലാം അവൾ കഴിക്കാറുണ്ട്. സോപ്പായാലും മഞ്ഞളായാലും എന്തായാലും. അങ്ങനെ നമ്മൾ മഞ്ഞളൊക്കെ തേച്ച് കംപ്ലീറ്റ് ആക്കി റെസ്റ്റ് എടുക്കുകയാണേ. മഞ്ഞൾ ദേഹത്ത് പിടിക്കാൻ ഒരിത്തിരി ടൈം ഞാൻ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഹെയർ ഓയിൽ ചെയ്യും. ഹെയർ പതിയെ മസാജ് ചെയ്ത് കൊടുക്കും. തലയിൽ ഹെയർ ഓയിൽ എടുത്തിട്ട് പതിയെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് നിക്കുവിൻ്റെ അമ്മമ്മ അവിടെ വന്നിപ്പോണ്ടേ. അമ്മ വിളി, ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കും. 2.5 മണിക്കൂർ അവിടെ നിൽക്കും. എന്തോന്നു അങ്ങോട്ട് തിരിഞ്ഞ് നോക്ക് ചേച്ചി, എന്താ നീളന്ന്. അതിൻ്റെ ഇടയിൽ നിക്കു ഇതാ അവളുടെ ബാത്ത് പൗഡറൊക്കെ തട്ടി മറിച്ചിട്ട് വെള്ളമിട്ടൊക്കെ കുഴച്ച് സ്വയം അങ്ങ് ദേഹത്ത് തേക്കുവാണ്. ഭയങ്കര വികൃതിയാണ്. കുടിക്കാൻ കൊണ്ടുവന്നാൽ പിന്നെ ഒരു ബഹളമായിരിക്കും അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ബോഡി ഓയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആൽമണ്ട് ഓയിലാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് നേരം ഇട്ടതിന് ശേഷം നമ്മൾ ബാത്ത് പൗഡർ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ കയ്യിലും കാലിലും ബോഡിയിൽ ഫുൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കുറുമ്പി. ഓ, നല്ല ടേസ്റ്റ് ഉണ്ടോ? ഭയങ്കര ടേസ്റ്റാ. എല്ലാവരും കണ്ടോണ്ടിരിക്കണേ, ഈ ടേസ്റ്റ്. ഓ, അങ്ങോട്ട് നോക്ക് ടേസ്റ്റ്. അടുത്ത് നിക്കുവിൻ്റെ തലയിൽ ഷാമ്പൂ ഇടുവാണ്. സെബാമെട്ടിൻ്റെ ഷാമ്പൂ സോപ്പൊക്കെയാണ് ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്നത്. ഷാമ്പൂ കുറച്ചെടുത്തിട്ട് ഭയങ്കര സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഭദ്ര ചേച്ചി നോക്കി. അത് ഞാൻ കുറച്ച് ഇതായിട്ട് ചെയ്യുള്ളൂ. ടാറ്റോട് ഭദ്ര ചേച്ചി എന്ത് ചെയ്യണേ? അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നോർമലി ഞാൻ അവൾക്ക് ഫേസിൽ മോയ്സ്ചർ ഇട്ട് കൊടുക്കാറില്ല.
നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് തേച്ച് കുളിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വിടും. ബോഡിയിൽ തേച്ച് കൊടുക്കാറുണ്ട് ലോഷനൊക്കെ. പക്ഷേ ഇന്ന് മഞ്ഞളിട്ട് കുളിപ്പിച്ചതുകൊണ്ട് അവളുടെ സ്കിൻ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഫേസിലൊക്കെ മോയ്സ്ചർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.